പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ക്ലാസ് 9 ചാപ്റ്റർ 2 എക്സസൈസ് 2.5 ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. എ ലേണിംഗ് പ്ലാറ്റ്ഫോം ചാർജസ് എ ഫിക്സ്ഡ് മന്ത്ലി ഫീ ആൻഡ് ആൻ അഡീഷണൽ കോസ്റ്റ് പെർ ഡിജിറ്റൽ ലേണിംഗ് മൊഡ്യൂൾ accessed. A student observes that when she accessed 10 modules, her bill was rupees 400. When she accessed 14 modules, her bill was rupees 500. If the monthly bill Y depends on the number of modules accessed X, according to the relation Y is equal to AX plus B, find the value of A and B. അപ്പോൾ ഒരു ലേണിംഗ് പ്ലാറ്റ്ഫോം എല്ലാ മാസവും അവർക്കൊരു ഫിക്സ്ഡ് മന്ത്ലി ഫീസുമുണ്ട്. പിന്നെ മോഡ്യൂൾ ആക്സസ് ചെയ്യുന്നതനുസരിച്ച് അഡീഷണൽ കോസ്റ്റും ഉണ്ടല്ലേ. അപ്പോൾ ഇത് രണ്ടും കൊടുക്കണം. അപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് 10 മോഡ്യൂൾസ് ആക്സസ് ചെയ്തപ്പോൾ അവളുടെ ബില്ല് 400 rupees ആയിരുന്നു. 14 മോഡ്യൂൾസ് ആക്സസ് ചെയ്തപ്പോൾ അവളുടെ ബില്ല് 500 rupees ആയിരുന്നു. അപ്പോൾ വൈ എന്ന് പറയുന്നത് എന്താ? മന്ത്ലി ബില്ലാണ്. മന്ത്ലി ബില്ല് വൈ ഡിപ്പെൻഡ്സ് ഓൺ ദ നമ്പർ ഓഫ് മോഡ്യൂൾസ് ആക്സസ്ഡ് എക്സ്. അതായത് നമ്പർ ഓഫ് മോഡ്യൂൾസിനെ എന്തായിട്ടെടുക്കാം? എക്സ് ആയിട്ടെടുക്കാം. വൈ എന്ന് പറയുന്നത് മന്ത്ലി ബില്ലാണ്. അപ്പോൾ ഇത് വെച്ചുള്ള റിലേഷൻ എന്ന് പറയുന്നത് വൈ ഈസ് ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി ആണ്. നമ്മൾ എയും ബിയും നമ്മളിവിടെ കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇതാണ് നമ്മുടെ റിലേഷൻ. വൈ ഈസ് ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി ആണ് നമ്മുടെ റിലേഷൻ. അപ്പോൾ ഇവിടെ എക്സ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്? നമ്പർ ഓഫ് മോഡ്യൂൾസ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം മോഡ്യൂൾസ് 10 മോഡ്യൂൾസും പറഞ്ഞിട്ടുണ്ട്, 14 മോഡ്യൂൾസും പറഞ്ഞിട്ടുണ്ട്. 10 മോഡ്യൂൾസ് ആകുമ്പോൾ ബില്ല് 400 ആണ്. അതായത് വൈ 400 ആണ്. എക്സ് 10 ആകുമ്പോൾ വൈ 400 ആണ്. ഇവിടെ എക്സ് 14 ആകുമ്പോൾ വൈ 500 ആണ്. നമ്മൾ എയും ബിയും കണ്ടുപിടിക്കണം. ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്തിരുന്നു. അപ്പോൾ നോക്കിയേ, using y is equal to ax plus b, നമുക്ക് ആദ്യം എന്താ? x is equal to, when x is equal to 10, അപ്പോൾ y എന്താണ്? y is equal to 400. x 10 ആകുമ്പോൾ y 400 ആണ്. അപ്പോൾ ഈ ഇക്വേഷൻ എങ്ങനെ വരും? 400 is equal to x is 10. അപ്പോൾ 10 a പ്ലസ് ബി എന്ന് വരും. അതായത് a ഇൻറ്റു 10 ആണ്. അതിന് ഞാൻ 10a എന്ന് എഴുതി പ്ലസ് ബി. ഇതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 1 എന്നെടുക്കാം. അടുത്തത് വെൻ എക്സ് ഈസ് ഈക്വൽ ടു 14, അപ്പോൾ y എന്താ? y ഈസ് ഈക്വൽ ടു 500. അപ്പോൾ നമ്മുടെ ഈ ഇക്വേഷൻ എങ്ങനെ വരും? y ഈസ് 500 ഈസ് ഈക്വൽ ടു x ഈസ് 14. അപ്പോൾ 14a പ്ലസ് B. This is equation number 2. ഓക്കെ, ഇനി ഒന്നെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഇക്വേഷനിൽ നിന്ന് ബി കണ്ടുപിടിച്ചിട്ട് അതെന്ത് ചെയ്യാം? സെക്കൻഡ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഫ്രം 1 നമുക്ക് എന്ത് കിട്ടും? ബി ഇസ് ഈക്വൽ ടു, നമ്മൾ 10a LHSലേക്ക് ട്രാൻസ്പോസ് ചെയ്യുന്നു. അപ്പോൾ എന്താകും? 400 മൈനസ് 10 എ എന്ന് കിട്ടും. ഇനി എന്ത് ചെയ്യണം? ഈ ബിയുടെ വാല്യൂവിനെ നമ്മൾ ഇക്വേഷൻ നമ്പർ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സബ്സ്റ്റിറ്റ്യൂട്ടിങ് ദ വാല്യൂ ഓഫ് ബി ഇൻ ഇക്വേഷൻ 2. അപ്പോൾ എന്ത് വരും? 500 ഈസ് ഈക്വൽ ടു 14a പ്ലസ് ബിയുടെ പ്ലേസിൽ എന്ത് കൊടുക്കുന്നു? 400 മൈനസ് 10a എന്ന് കൊടുക്കുന്നു. അപ്പോൾ ഇതെന്താവും? 500 ഈസ് ഈക്വൽ ടു 14a മൈനസ് 10a ഈസ് 4a പ്ലസ് 400. ഇനി ഈ 400നെ ഇങ്ങോട്ട് ട്രാൻസ്പോസ് ചെയ്യുന്നു. അപ്പോൾ 4a ഈസ് ഈക്വൽ ടു 500 മൈനസ് 400 ഈസ് 100. അപ്പോൾ a ഈസ് ഈക്വൽ ടു എന്ത് വരും? 100/4. 100/4 ഈസ് 25. അപ്പോൾ എ നമുക്ക് 25 എന്ന് കിട്ടി. ഇനി ഈ കിട്ടിയ എയുടെ വാല്യൂവിനെ നമ്മൾ എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു? ഈ ബിയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ടിങ് വേണമെങ്കിൽ ഇതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 3 എന്ന് കൊടുക്കാം കേട്ടോ. സബ്സ്റ്റിറ്റ്യൂട്ടിങ് ദ വാല്യൂ ഓഫ് എ ഇൻ ഇക്വേഷൻ 3.
ഇക്വേഷൻ 3 കൊടുക്കുന്നു. അപ്പോൾ എന്താവും? ബി ഈസ് ഈക്വൽ ടു 400 മൈനസ് 10 ഇൻറ്റു 25 ഈസ് ഈക്വൽ ടു 400 മൈനസ് 250 ഈസ് ഈക്വൽ ടു 150. അപ്പോൾ ബി നമുക്ക് 150 എന്ന് കിട്ടി. എ ഈസ് 25. എയും ബിയും കണ്ടുപിടിക്കാനായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ എയും ബിയും നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, ഇവിടെ നമ്മൾ എക്സ് ആയിട്ട് എടുത്തത് എന്തായിരുന്നു? നമ്പർ ഓഫ് മോഡ്യൂൾസ് ആയിരുന്നു കേട്ടോ. സോ എക്സ് ഈസ് 10. മന്ത്ലി ബില്ലിനെ നമ്മൾ വൈ ആയിട്ടാണ് എടുത്തത്. സോ വൈ ഈസ് 400. Second question, a gym charges a fixed monthly fee and an additional cost per hour for using the badminton court. അപ്പോൾ ഒരു ബാഡ്മിൻ്റൺ കോർട്ട് യൂസ് ചെയ്യാൻ വേണ്ടി ആ ജിം ചാർജ് ചെയ്യുന്നത് ഫിക്സ്ഡ് മന്ത്ലി ഫീസുമുണ്ട്, അഡീഷണൽ കോസ്റ്റ് പെർ അവറുമുണ്ട്. ഓക്കെ, എ സ്റ്റുഡൻറ്റ് യൂസിങ് ദ ജിം ഒബ്സർവ് ദാറ്റ് വെൻ ഷീ യൂസ് ദ ബാഡ്മിൻ്റൺ കോർട്ട് ഫോർ 10 hours bill was 800. When she used it for 15 hours, her bill was 1100. If the monthly bill Y depends on the hours of the use of badminton court X. According to the relation Y is equal to X plus B, find the value of A and B. അപ്പോൾ ഇവിടെ X എന്ന് പറയുന്നത് എന്താ? X എന്ന് പറയുന്നത് എത്ര മണിക്കൂർ യൂസ് ചെയ്തു എന്നുള്ളത് നമുക്ക് X ആയിട്ട് എടുക്കാം. അടുത്തത് മന്ത്ലി ബില്ലിനെ നമുക്ക് എന്തായിട്ട് എടുക്കാം? വൈ ആയിട്ട് നമുക്ക് എടുക്കാം. ഓക്കെ, അപ്പോൾ ഇത് വെച്ചിട്ട് എക്സ് 10 ആണെങ്കിൽ വൈ അപ്പോൾ എന്താ? വൈ ഈസ് 800. എക്സ് 15 ആണെങ്കിൽ വൈ ഈസ് 1100. അപ്പോൾ നമ്മുടെ റിലേഷൻ എന്താ? വൈ ഈസ് ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി. അപ്പോൾ യൂസിങ് വൈ ഈസ് ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി വെൻ എക്സ് ഈസ് ഈക്വൽ ടു 10, y എന്താണ്? y ഈസ് ഈക്വൽ ടു 800. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്താവും? y ഈസ് 800. 800 ഈസ് ഈക്വൽ ടു x ഈസ് 10. അപ്പോൾ 10a പ്ലസ് b. അടുത്തത് വെൻ x ഈസ് ഈക്വൽ ടു 15, അപ്പോൾ y എന്താണ്? y ഈസ് ഈക്വൽ ടു 1100. അപ്പോൾ y ഈസ് 1100 ഈസ് ഈക്വൽ ടു 15a പ്ലസ് b. ഇതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 1 എന്നെടുക്കാം, ഇതിനെ ഇക്വേഷൻ നമ്പർ 2 എന്നെടുക്കാം. ഇനി എന്ത് ചെയ്യുന്നു? ഈ 1ൽ നിന്ന് നമ്മൾ ബി ഈസ് ഈക്വൽ ടു എന്ന് എഴുതുന്നു. ഫ്രം 1 ബി ഈസ് ഈക്വൽ ടു എന്ത് വരും? 10a ഇങ്ങോട്ട് ട്രാൻസ്പോസ് ചെയ്യുന്നു. അപ്പോൾ 800 മൈനസ് 10a. ഇതിനെ ഇക്വേഷൻ നമ്പർ 3 എന്നെടുക്കുന്നു. സബ്സ്റ്റിറ്റ്യൂട്ടിങ് ദ വാല്യൂ ഓഫ് ബി ഇൻ ഇക്വേഷൻ 2. ഇക്വേഷൻ 2വിൽ നമ്മളിതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ എന്ത് വരും? 1100 ഈസ് ഈക്വൽ ടു 15a പ്ലസ് ബിയുടെ പ്ലേസിൽ നമ്മൾ 800 മൈനസ് 10a എന്ന് കൊടുക്കുന്നു. അപ്പോൾ ഇതെന്തായി? 1100 ഈസ് ഈക്വൽ ടു 15 മൈനസ് 10 ഈസ് 5. അപ്പോൾ 5a പ്ലസ് 800. ഇനി 5a ഈസ് ഈക്വൽ ടു എന്ത് വരും? 800 ഇപ്പുറത്ത് പോകുന്നു. അപ്പോൾ 1100 മൈനസ് 800 ദാറ്റ് ഈസ് 300. a ഈസ് ഈക്വൽ ടു 300 ബൈ 5 ഈസ് ഈക്വൽ ടു 60. a നമുക്ക് 60 എന്ന് നമുക്ക് കിട്ടി. ഇനി ഈ എയുടെ വാല്യൂവിനെ നമ്മൾ ഇക്വേഷൻ നമ്പർ 3ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ദ വാല്യൂ ഓഫ് a in equation 3. 3ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ b ഈസ് ഈക്വൽ ടു 800 മൈനസ് 10 ഇൻറ്റു 60 ഈസ് ഈക്വൽ ടു 800 മൈനസ് 600 ഈസ് ഈക്വൽ ടു 200. അപ്പോൾ ബി നമുക്ക് 200 എന്നും കിട്ടി, എ നമുക്ക് 60 എന്നും കിട്ടി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എക്സും വൈയും എന്താണ് എടുക്കുന്നതെന്ന് ഡൗട്ട് വരരുത്. അങ്ങനെ ഡൗട്ടുള്ളവർ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ കാണണം. ഇതിന് തൊട്ട് മുമ്പുള്ള പോർഷൻ ലീനിയർ റിലേഷൻഷിപ്പ് എന്നുള്ളൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോയിൽ ഞാനൊരു എക്സാമ്പിൾ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അത് കാണുന്നവർക്ക് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ ഈസി ആയിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഈ എക്സ് എന്നെടുക്കുന്നത് നമ്മൾ 10 ആണ്. മന്ത്ലി ബില്ല് നമ്മൾ വൈ ആയിട്ട് എടുക്കുന്നത്. അതായത് ടോട്ടൽ കോസ്റ്റ് വരുന്നത് എപ്പോഴും നമ്മൾ വൈ ആയിട്ടായിരിക്കും എടുക്കുക കേട്ടോ. Third question, consider the relationship between temperature measured in degree Celsius and degree Fahrenheit
which is given by C is equal to AF plus B. Find A and B. Given that ice melt at 0 degrees Celsius and 32 degree Fahrenheit and water boils at 100 degrees Celsius and 212 degree Fahrenheit. അപ്പോൾ നമുക്കിവിടെ ഹിൻഡ് തന്നിട്ടുണ്ട്. when C is equal to 0, F is equal to 32. C 0 ആകുമ്പോൾ F 32 ആയിരിക്കും. നമുക്കിവിടെ തന്നിട്ടുണ്ട് കണ്ടോ, ഐസ് മെൽറ്റ് അറ്റ് 0 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് 32 ഡിഗ്രി ഫാരൻഹീറ്റ്. അടുത്തത് വെൻ C is 100 and F is 212. യൂസ് ദിസ് ഇൻഫർമേഷൻ ടു ഫൈൻഡ് A and B. ഓക്കെ, അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മുടെ റിലേഷൻ, ഗിവൺ റിലേഷൻ എന്താണ്? ഗിവൺ റിലേഷൻ C is equal to AF plus B ആണ് നമ്മുടെ ഗിവൺ റിലേഷൻ. ഇതാണ് നമ്മുടെ റിലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? വെൻ C is equal to 0, F is equal to 32. അപ്പോൾ ഇതെന്താവും? 0 is equal to 32A plus B എന്നാവും. അടുത്തത് C is equal to 100, F is equal to 212. അപ്പോൾ ഇതെന്താവും? C 100 ആണ്, F 212 ആണ്. അപ്പോൾ 212A പ്ലസ് B എന്നാവും. ഇതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 1 എന്നെടുക്കാം, ഇതിനെ ഇക്വേഷൻ നമ്പർ 2 എന്നെടുക്കാം. ഫ്രം 1 B ഈസ് ഈക്വൽ ടു എന്താവും? ഇതിപ്പുറത്ത് വരുമ്പോൾ -32A ആകും. ഇതിനെ നമ്മൾ ഇക്വേഷൻ നമ്പർ 3 എന്നെടുക്കുന്നു. ഇതിനെ നമ്മൾ എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു? ഇക്വേഷൻ നമ്പർ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സബ്സ്റ്റിറ്റ്യൂട്ടിങ് B ഇൻ ഇക്വേഷൻ 2. അപ്പോൾ എന്ത് വരും? 100 is equal to 212A minus 32A. അപ്പോൾ 100 is equal to 180A എന്ന് വരും. 180A. A is equal to 100 by 180. ഇവിടുന്ന് ഈ ഒരു 0യും ഈ ഒരു 0യും ക്യാൻസൽ ആവും. 2 വെച്ച് ക്യാൻസൽ ചെയ്താൽ 5/9. അപ്പോൾ A ഈസ് ഈക്വൽ ടു 5/9 എന്ന് കിട്ടി. ഇനി നമുക്ക് B കണ്ടുപിടിക്കാൻ വേണ്ടി ഈ വാല്യൂവിനെ നമ്മളെവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു? ഇക്വേഷൻ നമ്പർ 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സബ്സ്റ്റിറ്റ്യൂട്ടിങ് A ഇൻ 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ B ഈസ് ഈക്വൽ ടു -32 ഇൻറ്റു 5/9 is equal to -160/9. അപ്പോൾ B നമുക്ക് 160/9 കിട്ടി, A നമുക്ക് 5/9 കിട്ടി. അപ്പോൾ therefore A is equal to 5/9 and B is equal to -160/9. ഇങ്ങനെ നമുക്ക് കിട്ടി. ഇനി അടുത്ത എന്ത് കണ്ടുപിടിക്കണം? ദ ലീനിയർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ C ആൻഡ് F. അതായത് നമുക്ക് കിട്ടിയ ഈ എയും ബിയെയും നമ്മുടെ ഈ റിലേഷനകത്ത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ എന്ത് വരും? ഹെൻസ് ദ ലീനിയർ റിലേഷൻഷിപ്പ് ഈസ് എന്ത് വരും? C is equal to 5/9F plus B is -160/9. then C is equal to 5/9F minus 160/9 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ നമ്മുടെ എക്സസൈസ് 2.5 ഫുള്ള് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് പോർഷനുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.